നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഖാൻ യൂനിസിൽ നിന്നും ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുവാൻ ഉത്തരവിട്ട് ഇസ്രായേൽ. ഖാൻ യൂനിസ് നഗരത്തിന്റെ മധ്യതെക്കൻ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനാണ് നീക്കം. ഈ മേഖലയുടെ 20% പ്രദേശത്ത് നിന്നാണ് ആളുകളെ ഒഴിപ്പിക്കുക. വടക്കൻ ഗസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് വീടുപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്ന 1.41 ലക്ഷം പേർ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തിന് മുമ്പ് ഏകദേശം 1.11 ലക്ഷം പേരാണ് പ്രദേശത്ത് താമസിച്ചിരുന്നത്. ബുധനാഴ്ചയാണ് ആളുകളെ ഒഴിപ്പിക്കണമെന്ന ഉത്തരവ് ഇസ്രായേൽ പുറപ്പെടുവിച്ചത്. ഗസയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന UN ഓഫീസാണ് ഇസ്രായേലിന്റെ ഉത്തരവ് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയത്. ആളുകളെ ഒഴിപ്പിക്കുകയാണെങ്കിൽ അത് ഫലസ്തീനിലെ തെക്കൻ നഗരങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നും UN ഏജൻസി മുന്നറിയിപ്പ് നൽകി. ഗസയിലെ ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് ഫലസ്തീൻ കൂട്ടത്തോടെ തെക്കൻ നഗരങ്ങളിലേക്ക് കുടിയേറിയിരുന്നു. എന്തിനാണ് ഇസ്രായേൽ ആളുകളെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടതെന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ലെന്നും UN ഏജൻസി അറിയിച്ചു. അതേസമയം ഇസ്രായേൽ സേന ഗസ നഗരത്തിൽ 11 പേരെ കൊല്ലുകയും നിരവധി കുട്ടികളെയും സ്ത്രീകളെയും ആക്രമണത്തിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തത് യുദ്ധക്കുറ്റത്തിന്റെ പരിധിയിൽ വരുമെന്നും UN അറിയിച്ചു. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഗസ നഗരത്തിലെ കെട്ടിടത്തിൽ അഭയം തേടിയ 3 കുടുംബങ്ങളിലെ അംഗങ്ങളെയാണ് ഇസ്രായേൽ വെടിവെച്ചു കൊന്നത്. പുരുഷന്മാരെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അടുത്ത് നിന്ന് മാറ്റിയാണ് ഇസ്രായേൽ സേന കൊന്നത്. ബന്ദികളുടെ മോചനം ലക്ഷ്യമിട്ട് താൽക്കാലിക വെടിനിർത്തലിന് സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെ ഗസയെ ചോരയിൽ മുക്കുന്നത് തുടരുകയാണ് ഇസ്രായേൽ. ജനവാസ കേന്ദ്രങ്ങളിൽ ബുധനാഴ്ചയും വ്യാപകമായ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. അതേസമയം ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലുകൾക്കെതിരെ യമനിലെ ഹൂത്തികൾ ആക്രമണം ശക്തമാക്കിയതോടെ ലോകത്തെ പ്രമുഖ ഷിപ്പിംഗ് കമ്പനികൾ ഇസ്രായേലിനെ കൈവിട്ടു തുടങ്ങി. ഒരാഴ്ചയ്ക്കുള്ളിൽ 4 പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളാണ് ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം നിർത്തിവെക്കുന്നതായി അറിയിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ലൈനായ MNC, ഡാനിഷ് കമ്പനിയായ MB മോളാർ മാർക്സ്, ജർമ്മൻ കമ്പനിയായ ഹപ്പാക് ലോയിഡ് എന്നിവയ്ക്ക് പിന്നാലെ ഹോങ്കോങ് ഉടമസ്ഥതയിലുള്ള OLCCയും ഇസ്രായേലിലേക്കുള്ള സർവീസ് നിർത്തുന്നതായി അറിയിച്ചു. ചെങ്കടലിലെ അസ്വസ്ഥത തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലേക്കും അവിടെ നിന്നുമുള്ള ചരക്ക് ഗതാഗതം നിർത്തിവെക്കുന്നതായി OLCC പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇസ്രായേലിലേക്കുള്ള ഇറക്കുമതിയും അവിടെ നിന്നുള്ള ചരക്കുമതികളുടെ കയറ്റുമതിയും ഇതോടെ പ്രതിസന്ധിയിലായി. ആഗോള കപ്പൽ ഗതാഗതത്തിൽ ഏറെ നിർണായകമാണ് ചെങ്കടൽ വഴിയുള്ള റൂട്ട്. യൂറോപ്പിനും ഏഷ്യയ്ക്കുമിടയിലെ ദൈർഘ്യം കുറഞ്ഞ കപ്പൽപാതയായ ഇതിലൂടെയാണ് ചരക്ക് കപ്പലുകൾ പ്രധാനമായും സഞ്ചരിക്കുന്നത്. എന്നാൽ ഗസയ്ക്കുമേൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതോടെ ഈ റൂട്ടിലെ ബാബൽ മൻതബ് കടലിടുക്കിന് സമീപം ഹൂത്തികൾ ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങി. നവംബർ 20 ഇസ്രായേലി കോടീശ്വരന്റെ ഭാഗിക ഉടമസ്ഥതയിലുള്ള കപ്പൽ പിടിച്ചെടുത്ത ഹൂത്തികൾ മറ്റ് ചില കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു. ഇതോടെയാണ് ഈ റൂട്ട് ഒഴിവാക്കാൻ കമ്പനികൾ നിർബന്ധിതരായത്. ഗസയിലെ സൈനിക നടപടി ഇസ്രായേൽ അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേലി തുറമുഖങ്ങളെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന കപ്പലുകളെ നേരിടുന്നത് തുടരുമെന്നാണ് ഹൂത്തികളുടെ നിലപാട്. ഇസ്രായേലിലേക്കുള്ള കപ്പലുകളെ മാത്രമാണ് ആക്രമിക്കുന്നതെന്നും മറ്റ് കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നു പോകാമെന്നും ഹൂത്തികൾ പറയുന്നു. അതേസമയം ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ മാത്രമല്ല ആക്രമിക്കപ്പെടുന്നതെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട്. അതിനിടെ ഹൂത്തികളുടെ ആക്രമണം ഭയന്ന 1 മാസത്തിനുള്ളിൽ 55 കപ്പലുകൾ സൂയസ് കനാൽ ഒഴിവാക്കി ദക്ഷിണാഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പിലൂടെ വഴിമാറിപ്പോയതായി ഈജിപ്ത് അറിയിച്ചു. അതേസമയം ഗസയിലെ നരനായാട്ടിൽ പ്രതിഷേധിച്ച് ഇസ്രായേലി കപ്പലുകൾക്ക് പ്രവേശനം നിരോധിച്ച് മലേഷ്യ. ഫലസ്തീനുകൾക്കെതിരായ ഇസ്രായേലിന്റെ നടപടികളോടുള്ള പ്രതികരണമായാണ് നിരോധനമെന്ന് പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു. ഫലസ്തീനുകൾക്കെതിരെ ഇസ്രായേൽ കൂട്ടക്കൊലയും ക്രൂരതയും നടത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ പതാക ഘടിപ്പിച്ച കപ്പലുകൾ ഇനി മുതൽ രാജ്യത്തെ തുറമുഖങ്ങളിൽ പ്രവേശിക്കില്ല. ഇസ്രായേലിലേക്കുള്ള കപ്പലുകളിൽ മലേഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ചരക്ക് കയറ്റുന്നതിനും നിരോധനം ബാധകമാണ്. ഈ നിയന്ത്രണങ്ങൾ ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. അതിനിടെ ചെങ്കടൽ വഴി ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾ യമനിലെ ഹൂതി സംഘം ആക്രമിക്കുന്നത് തുടരുകയാണ്. തുടർച്ചയായുള്ള ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടലിലൂടെയുള്ള ചരക്ക് നീക്കം താൽക്കാലികമായി നിർത്തിവെച്ചു. ഇതുവഴിയുള്ള കപ്പലുകളുടെ സംരക്ഷണത്തിന് പുതിയ സേന രൂപവൽക്കരിക്കുവാനുള്ള നീക്കത്തിലാണ് അമേരിക്കയും മറ്റ് രാജ്യങ്ങളും. ഹൂതി വിമതർ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ ഇടപെടലെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു. കൂട്ടായ നടപടി ആവശ്യമായ അന്താരാഷ്ട്ര വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിടുന്നതെന്ന് ഓസ്റ്റിൻ പറഞ്ഞു. അതിനാൽ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന സേനയ്ക്ക് രൂപം നൽകുകയാണെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. UK, ബഹ്റൈൻ, കാനഡ, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്സ്, നോർവേ, സീഷെൽസ്, സ്പെയിൻ എന്നിവയാണ് സഖ്യത്തിൽ ചേരുന്ന രാജ്യങ്ങൾ. കൂട്ടായ്മയിലെ ചില രാജ്യങ്ങൾ ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലും സംയുക്ത പെട്രോളിംഗ് നടത്തും. മറ്റ് രാജ്യങ്ങൾ ആവശ്യമായ ഇന്റലിജൻസ് പിന്തുണയും നൽകും. ചെങ്കടലിലെ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ 2022 ഏപ്രിലിൽ രൂപം നൽകിയ കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 153 ആയിരിക്കും ദൗത്യം ഏകോപിപ്പിക്കുക. കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സിൽ 39 രാജ്യങ്ങളാണുള്ളത്. ഹൂതി ആക്രമണം നേരിടുവാൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകളായ USS കാർണി, USS സ്റ്റെഥം, USS മാസൺ എന്നിവ ചെങ്കടലിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. എന്നാൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം നിർത്തില്ല എന്ന് യമനിലെ ഹൂതി വിമതർ അറിയിച്ചു. അമേരിക്ക പുതിയ സേന പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹൂതികളുടെ പ്രതികരണം.
മുഴുവൻ രാജ്യങ്ങളെയും അണിനിരത്തുന്നതിൽ അമേരിക്ക വിജയിച്ചാലും തങ്ങളുടെ സൈനിക നടപടി നിർത്തില്ല എന്ന് മുതിർന്ന ഹൂതി പ്രതിനിധിയായ മുഹമ്മദ് അൽ ബുഖാരി പറഞ്ഞു. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഇതിൽ മാറ്റമില്ലെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഗസയിലെ ഇസ്രായേൽ കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കുകയും മരുന്നും ഭക്ഷണം ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കൾ ദുരിതത്തിൽ കഴിയുന്ന ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്താൽ മാത്രമേ തങ്ങൾ ആക്രമണം നിർത്തുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ 12-ലധികം ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. നന്ദി, നമസ്കാരം.